നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മുടെ ജ്യോതിഷ വീഡിയോകൾ എപ്പോഴും ശ്രദ്ധേയമാകാറുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഭാഗം ഏറെ സവിശേഷതയുള്ളതാണ്. ശനിയുടെ ദശയെക്കുറിച്ചും പ്രത്യേകിച്ച് കുംഭം രാശിക്കാരുടെ 7.5 ശനി കാലഘട്ടത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കുറെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ആ വലിയ താല്പര്യമാണ് ഇന്ന് ഇത്തരത്തിലൊരു വിശകലനത്തിന് വഴിയൊരുക്കിയത്. 2026 എന്ന വർഷം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ വർഷം ശനി ഭഗവാൻ തന്റെ നക്ഷത്രസ്ഥാനങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നതാണ് ഇതിന് കാരണം. വർഷത്തിന്റെ തുടക്കത്തിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 2026 ജൂൺ പകുതിയോടെ ശനി രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. ഒരു ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം മാറുന്നത് ആ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും തൊഴിലിനെയും കുടുംബത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. 7.5 ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. എന്നാൽ ആ ഭയം മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ നമുക്ക് കഴിയണം. നമ്മൾ എത്രത്തോളം ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ കാണുന്നുവോ അത്രത്തോളം ഗുണകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ എന്തായാലും നമ്മൾ പോസിറ്റീവാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജവും പോസിറ്റീവായിരിക്കും. മറിച്ച് വരാനിരിക്കുന്ന ദോഷങ്ങളെ ഓർത്ത് എപ്പോഴും ഭയന്നിരുന്നാൽ അത് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുകയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 7.5 ശനിക്കാലത്ത് പുരോഗതി കൈവരിച്ച അനേകം ആൾക്കാരുടെ ജീവിതം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേയില്ല. കുംഭം രാശിക്കാർക്ക് 2026 7.5 ശനിയുടെ അവസാന കാലത്ത് എങ്ങനെയുള്ള ഫലങ്ങളാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. കുംഭം രാശിക്കാരുടെ ജാതകത്തിൽ 12ാം ഭാവം സജീവമാകുന്ന ഒരു കാലഘട്ടമാണിത്. ജ്യോതിഷത്തിൽ 12ാം ഭാവം എന്നത് പ്രധാനമായും ചെലവുകളെയും ദൂരയാത്രകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ചെലവുകൾ കൂടും, പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. 12ാം ഭാവം സജീവമാകുമ്പോൾ സ്വാഭാവികമായും കയ്യിൽ നിന്ന് പണം കൂടുതൽ ചെലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ചെലവുകൾ അസുഖങ്ങൾക്കോ ആശുപത്രി ആവശ്യങ്ങൾക്കോ വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. ഈ ഭാവം വിദേശയാത്രകളെയും ദൂരദേശങ്ങളിലേക്കുള്ള താമസത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ ഉപരിപഠനത്തിന് പോകാൻ തയ്യാറെടുക്കുന്നവർക്കോ ഈ സമയം വളരെ അനുകൂലമാണ്. 12ാം ഭാവത്തിന് ആശുപത്രികളുമായും മെഡിക്കൽ ഫീൽഡുമായും ബന്ധമുള്ളതിനാൽ ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിക്കൽ ഷോപ്പ് ഉടമകൾ എന്നിവർക്ക് ഈ സമയത്ത് തൊഴിൽപരമായി വലിയ പുരോഗതിയുണ്ടാകും. അവരുടെ ബിസിനസ്സും വരുമാനവും വർദ്ധിക്കാൻ ഈ ഗ്രഹനില സഹായിക്കും. ചെലവുകൾ വരാനിരിക്കുന്നതിനാൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. വിവാഹം, വീട് നിർമ്മാണം, സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കായി പണം ചെലവാക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പണം ചിലവാകുന്നത് നല്ല ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ വരുത്തില്ലെന്ന് മാത്രമല്ല വിദേശയാത്ര പോലുള്ള വലിയ സ്വപ്നങ്ങൾ സഫലമാകാനും സഹായിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന വർഷമാണ് 2026. ജ്യോതിഷ സങ്കല്പമനുസരിച്ച് ശനിയുടെ സ്വാധീനം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽപാദങ്ങളിൽ നിന്ന് ആരംഭിച്ച് തലയിലൂടെ ശനിദശ ഇറങ്ങിപ്പോകുന്ന ഈ സമയം കഠിനമായ പരീക്ഷണങ്ങളുടെ കാലഘട്ടം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. നിങ്ങളെ ഏറെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ഈ വർഷത്തോടെ വലിയ രീതിയിൽ കുറയും. മുടങ്ങിപ്പോയ വരുമാന സ്രോതസ്സുകൾ തിരികെ ലഭിക്കാനും കടങ്ങൾ വീട്ടാനുള്ള പുതിയ വഴികൾ തെളിയാനും ഈ ഗ്രഹമാറ്റം സഹായിക്കും. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ തോളിലുണ്ടായിരുന്ന അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് ലഘൂകരിക്കപ്പെടും. മറ്റുള്ളവരുടെ ഭാരം ചുമക്കേണ്ടി വന്നിരുന്ന അവസ്ഥ മാറി നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദവും അശാന്തിയും 90% 2026 അവസാനിക്കും.
ഒരു വലിയ ഭാരം ഇറക്കി വെച്ചാലുണ്ടാകുന്ന ആശ്വാസം ഈ വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. വരാനിരിക്കുന്ന ഈ നല്ല മാറ്റങ്ങളെ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുവോ അത്രത്തോളം വേഗത്തിൽ ഈ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാരുടെ പരീക്ഷണ കാലഘട്ടം അവസാനിക്കുകയും ജീവിതത്തിൽ പുതിയൊരു പ്രകാശം പരക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും 2026. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരുന്ന വർഷമാണ്. കുടുംബത്തിന്റെ വളർച്ചയ്ക്കായി പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ജോലി തിരക്കുകൾക്കിടയിലും വീട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കും സന്തോഷത്തിനും കൂടുതൽ പ്രാധാന്യം നൽകാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ജ്യോതിഷപ്രകാരം ഭാഗ്യത്തിന്റെ ഗ്രഹമായ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്ന ദമ്പതികൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. വീട് പുതുക്കിപ്പണിയുകയോ പുതിയ വീട് വാങ്ങുകയോ അല്ലെങ്കിൽ കുടുംബപരമായ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യും. സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി മാതാപിതാക്കൾ, ജീവിത പങ്കാളി, കുട്ടികൾ എന്നിവരുടെ ഇഷ്ടങ്ങൾക്കായി നിങ്ങൾ സമയം കണ്ടെത്തും. ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ തടസ്സങ്ങൾ നീങ്ങുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈ സമയം വലിയ പ്രതീക്ഷ നൽകുന്നു. ജ്യോതിഷത്തിൽ 4ാം ഭാവത്തെ മാതൃഭാവം അല്ലെങ്കിൽ സുഖഭാവം എന്ന് വിളിക്കുന്നു. വീട്, വാഹനം, ഭൂമി, മാനസിക സന്തോഷം എന്നിവയെല്ലാം ഈ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശനിയുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നതുകൊണ്ട് ഈ മേഖലകളിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സ്വന്തമായി ഒരു വീട് പണിയണമെന്നോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ മികച്ച ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. നിലവിലുള്ള പഴയ വീട് പുതുക്കിപ്പണിയുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഒരു വസ്തു നല്ല ലാഭത്തിന് വിൽക്കാനോ ഈ സമയം സഹായിക്കും. നിങ്ങളുടെ കാലങ്ങളായുള്ള ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഗ്രഹനിലയിലെ ഈ മാറ്റങ്ങൾ വഴിതെളിക്കും. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ജ്യോതിഷപ്രകാരം അമ്മയെ സൂചിപ്പിക്കുന്ന 4ാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നടുവേദനയോ കാലുവേദനയോ പോലുള്ള അസുഖങ്ങൾ അമ്മയെ അലട്ടിയേക്കാം. എന്നാൽ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ജൂൺ മാസം കഴിയുന്നതോടെ ഈ സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടാകും. ശനിഗ്രഹം രേവതി നക്ഷത്രത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതോടെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങും. നിലവിലുള്ള അസുഖങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭിക്കാനും അമ്മയുടെ ആരോഗ്യം വീണ്ടും മെച്ചപ്പെടാനും ഈ സമയം സഹായിക്കും. കുംഭം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന കാലഘട്ടം സുവർണാവസരങ്ങളുടേതാണ്. ജ്യോതിഷപ്രകാരം ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ജാതകത്തിലെ 5ാം ഭാവത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു. ജ്യോതിഷത്തിൽ 5ാം ഭാവം എന്നത് ബുദ്ധിശക്തി, വിദ്യ, വിവേകം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഭാവം ശക്തമാകുന്നതോടെ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. സ്കൂൾ, കോളേജ് പരീക്ഷകൾ എഴുതുന്നവർക്കും പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ ഫലം ലഭിക്കുവാനും ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കുവാനും ഈ ഗ്രഹനില സഹായിക്കും. ഉപരിപഠനത്തിനായി ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്നോ വിദേശത്ത് പോയി പഠിക്കണമോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ബുദ്ധിശക്തി തെളിയുന്ന ഈ കാലയളവിൽ വിദ്യാഭ്യാസ സംബന്ധമായ ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിലേക്ക് വലിയ ഗുണം ചെയ്യും. പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും അവ പരീക്ഷാ സമയത്ത് കൃത്യമായി ഓർത്തെടുക്കാനും വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധിക്കും. ചുരുക്കത്തിൽ അലസത വെടിഞ്ഞ് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുംഭം രാശിയിലെ ഈ ശനിമാറ്റം ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. PhD ചെയ്യുന്നവർക്കോ
അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളിൽ ആഴത്തിൽ പഠനം നടത്തുന്നവർക്കോ ഈ സമയം മികച്ചതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പോലും എളുപ്പത്തിൽ ഗ്രഹിക്കുവാനും അതിൽ പുതിയ കണ്ടെത്തലുകൾ നടത്താനും നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷം, മന്ത്രശാസ്ത്രം, മനഃശാസ്ത്രം തുടങ്ങിയ നിഗൂഢമായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കുവാനും അതിൽ വൈദഗ്ധ്യം നേടുവാനും ഈ സമയം വളരെ അനുയോജ്യമാണ്. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും. ഏതൊരു കാര്യത്തെയും വെറുതെ കണ്ടുപോകാതെ അതിന് പിന്നിലെ കാരണങ്ങൾ തിരയാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിക്കും. ഈ ഡിറ്റക്റ്റീവ് സ്വഭാവം നിങ്ങളുടെ തൊഴിലിലും പഠനത്തിലും വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ചുരുക്കത്തിൽ, അറിവിന്റെ പുതിയ തലങ്ങൾ തേടി പോകുന്നവർക്കും ഗൗരവകരമായ പഠനങ്ങൾ നടത്തുന്നവർക്കും കുംഭം രാശിയിലെ ശനിയുടെ ഈ നക്ഷത്രമാറ്റം വലിയൊരു അനുഗ്രഹമായിരിക്കും. 2026 വർഷത്തിന്റെ ആദ്യ പകുതി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. 2026 ജൂൺ മാസം വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകണം. ചെറിയ രോഗങ്ങൾ പോലും അവഗണിക്കാതെ കൃത്യമായ ചികിത്സ തേടുന്നത് നല്ലതാണ്. നല്ല ഭക്ഷണ രീതിയും ആവശ്യത്തിന് ഉറക്കവും ഈ സമയത്ത് അത്യാവശ്യമാണ്. ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പുതിയ അവബോധമുണ്ടാകുന്ന സമയമാണിത്. ഇതുവരെ വ്യായാമം ചെയ്യാത്തവർ പോലും ഈ കാലയളവിൽ ആരോഗ്യകാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. ജിമ്മിൽ ചേരാനോ യോഗ പരിശീലിക്കാനോ അല്ലെങ്കിൽ ദിവസവും നടക്കാൻ പോകാനോ ഒക്കെയുള്ള നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ശാരീരികമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും 7.5 ശനിയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ 2026 ജൂണിന് മുമ്പുള്ള സമയം നിങ്ങളുടെ ശരീരത്തെ ഒരു റീസെറ്റ് ചെയ്യുവാനുള്ള അവസരമായി കാണണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും അറിവുകൾക്കുമായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.